ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഏതാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷര ചിഹ്നങ്ങൾ. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓ സ്വരാക്ഷരത്തിന്റെ ഓ ചിഹ്നം. ഓ എങ്ങനെ എഴുതും? സ്വരാക്ഷരം ഓക്കെ. ഓ ഓ സ്വരാക്ഷര അതിന്റെ ചിഹ്നം എങ്ങനെ എഴുതുന്നു നമുക്ക് നോക്കാം. നമ്മൾ എ എ അതിന്റെ ഐ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എങ്ങനെ എഴുതി കൊടുത്തു? അത് ആദ്യം എഴുതാം. ഐ സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഇങ്ങനെയല്ലേ? സോറി, ഇത് രണ്ടെണ്ണം വരുന്നത്. പക്ഷെ അതിൽ നമുക്ക് ഒന്ന് അവിടെ എഴുതാം. പിന്നീട് എന്തോ ചെയ്യണം? അത് കുറച്ച് വിട്ട് അടുത്തത് നോക്കി ഇങ്ങനെ ഇതിന്റെ നടുവിലായിട്ട് അക്ഷരം വരുക. അതുകൊണ്ട് അങ്ങനെ എഴുതി. ഇതിന്റെ നടുവിലായിട്ട് അക്ഷരം വരും. അത് നിങ്ങൾക്ക് വാക്കുകൾ പഠിക്കുമ്പോഴും മനസ്സിലാവും. ഇതാണ് ഓ സ്വരാക്ഷരത്തിന്റെ ഓ ചിഹ്നം. ഓക്കെ, മനസ്സിലായോ? ഇതിന്റെ നടുവിലായിട്ട് അക്ഷരം വരും. അക്ഷരത്തിന്റെ രണ്ട് സൈഡിലായിട്ട് ഓ ചിഹ്നം എപ്പോഴും വരുക. ഓ സ്വരാക്ഷരത്തിന്റെ ഓ ചിഹ്നം. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. പ്ലസ് ഓ ചിഹ്നം എങ്ങനെയാ? ഇതല്ലേ ചിഹ്നം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഇങ്ങനെ എഴുതി അതിന്റെ നടുവില് കായിനോട് ചേർന്നല്ലേ എഴുതണ്ട ചിഹ്നം വരുന്നത്. ക് പ്ലസ് ഓ അല്ലേ? അപ്പൊ നോക്കിയാട്ടെ, മനസ്സിലായോ? കാ നടുവില് ചിഹ്നം, രണ്ട് സൈഡിൽ എങ്ങനെ വായിക്കും? കോ. ഓ ചിഹ്നം അല്ലേ? അപ്പൊ കാ അതിനോട് ചേർന്നല്ലേ വായിക്കേണ്ടത് നമുക്ക്. അപ്പൊ എങ്ങനെ വായിക്കും? കാ കോ. ക് പ്ലസ് ഓ കോ. രണ്ടിന്റെയും നടുവില് ഇത് അക്ഷരത്തിന് രണ്ട് സൈഡിലായിട്ടാ ഓയിന്റെ ചിഹ്നം വരുക. അടുത്ത് നോക്കിയാട്ടെ, ച് പ്ലസ് ഓ എങ്ങനെ വരും? എന്നിട്ട് അടുത്ത് ചോ അല്ലേ? ചിഹ്നത്തിന്റെ നടുവില് അക്ഷരം. ചായനോട് ചേർന്ന് എങ്ങനെ വായിച്ചു? ഓ ചിഹ്നം ചേരുമ്പോൾ ചോ. ചി പ്ലസ് ഓ ചോ. അടുത്ത് നോക്കിയേ, ട് പ്ലസ് ഓ. ചായ എന്തായി മാറും? ടോ. പ്ലസ് ഓ തോ. തായ എന്തായി മാറി? ഓ ചിഹ്നത്തോട് ചേർന്ന് വായിക്കുമ്പോ തോ. അടുത്ത് നോക്കിയാട്ടെ, പ്ലസ് ഓ തോ. ഓ ചിഹ്നമല്ല ഇവിടെ വന്നത്, പായനോട് ചേർന്ന് പോ. മനസ്സിലായോ? ആദ്യം പറഞ്ഞത് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഓ ചിഹ്നം എങ്ങനെ വരും? രണ്ട് അക്ഷരത്തിന്റെ രണ്ട് സൈഡിലായിട്ട് വരും. അക്ഷരം അതിന്റെ നടുവില്. അങ്ങനെയാ എപ്പോഴും വരുക. ക് പ്ലസ് ഓ കോ. ചി പ്ലസ് ഓ ചോ. ടി പ്ലസ് ഓ ടോ. ട് പ്ലസ് ഓ ടോ. ട് പ്ലസ് ഓ ടോ. നമുക്ക് കുറച്ച് വാക്കുകൾ വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചു നോക്കിയേ. ഓ ചിഹ്നം വരുന്നേ പൊടി. പൊടി. ഇപ്പൊ നോക്കിയേ, അക്ഷരത്തിന്റെ രണ്ട് സൈഡിലായിട്ടല്ല ഇവിടെ ഒക്കെ വരുന്നത് ഓയിന്റെ ചിഹ്നം. മനസ്സിലായോ? പൊടി. തൊപ്പി. തൊപ്പി. കൊടി. കൊടി. തൊലി. തൊലി. കൊക്ക്. കൊക്ക്. കൂട്ടുകാർക്ക് മനസ്സിലായി ഇന്നത്തെ ക്ലാസ്? ഓ സ്വരാക്ഷരത്തിന്റെ ഓ ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതാണ് ഓ ചിഹ്നം. ഓ ചിഹ്നം വരുന്നത് അക്ഷരത്തിന്റെ രണ്ട് സൈഡിലായിട്ടാ വരുന്നത്. അത് അക്ഷരത്തോട് ചേർന്ന് വായിക്കും. ഇപ്പൊ പായിനോട് ചേർന്ന് ഓ ചിഹ്നം വരുമ്പോ എങ്ങനെ വായിക്കും? പോ. അതുപോലെ തായിനോട് വായിക്കും തോ. ക്ലിയർ അല്ലേ? വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. അപ്പൊ അവർക്കും ഈ വെക്കേഷൻ സമയത്ത് പഠിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.